ഭയങ്കര വെയിലാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ക്യാപ്പ് വെച്ചേക്കുന്നത്. ക്യാപ്പില്ലാതെ ഇവിടെ നടക്കാൻ പറ്റില്ല, ഫുള്ള് ഫേസ് ടാനാവും. ഹായ് ഗൈസ്, വെൽക്കം ടു ദ ലാസ്റ്റ് ഡേ ഇൻ ഗോവ. സോ ഇന്ന് ഞങ്ങൾ രാവിലെ എല്ലാവരും റെഡിയായി കഴിഞ്ഞ് നേരെ ഡയറക്റ്റ് ഒരു ബീച്ചിലേക്കാണ് പോയത്. മിർമാർ എന്ന് പറയുന്ന ബീച്ചായിരുന്നു. അവിടെ അവർ ഡോൾഫിൻ വ്യൂവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഡോൾഫിൻസിനെയൊക്കെ കണ്ടിട്ട് അവിടുന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്തത് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുഡ് കഴിക്കാൻ കയറിയത് ഒരു അടിപൊളി സ്ഥലത്തായിരുന്നു കേട്ടോ. ഞാനോർത്ത് ഇന്ന് വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഫിഷ് താലി കഴിച്ചില്ല. ഞാൻ കഴിച്ചത് ഒരു ക്രാബ് സൂപ്പും പിന്നെ ചിക്കനും ചപ്പാത്തിയും ആയിരുന്നു കേട്ടോ. എൻ്റെ മമ്മി കഴിച്ചത് ഫിഷ് താലി ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാനോർത്ത് ഫിഷ് താലി മേടിച്ചാൽ മതിയായിരുന്നു, കാരണം അത് അത്രയും അടിപൊളിയായിരുന്നു. ഇന്നലെ ഞാൻ കഴിച്ചതിനേക്കാളും ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു അതിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾഡ് ഗോവ ചേർച്ചിലാണ് പോയത്. അതിൻ്റെ ആർക്കിടെക്ചർ കാണണം, എന്ത് ഭംഗിയാണെന്നറിയോ, ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേന് എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ. കുറേ സ്ഥലത്തൊന്നും വീഡിയോസ് എടുത്തുകൂടാ. സോ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കുറേ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ന്യൂ ചേർച്ച് ഉണ്ട്, അവിടെ പോയി. അവിടെ ഞാൻ അകത്ത് കയറിയില്ല, എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. ഞാൻ അതോട്ട് പുറത്തിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പോകാനുള്ള സമയം കേട്ടോ. ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്കാണ് കയറുന്നത്. അവരെല്ലാവരും തിരിച്ച് കൊച്ചിയിലോട്ടാണ് പോകുന്നത്. ഞാൻ ബസ്സിനും അവരെല്ലാവരും ട്രെയിനാണ് പോകുന്നത്. ഞാനാണെങ്കിൽ നേരത്തെ ബസ് സ്റ്റോപ്പിൽ എത്തുകയും ചെയ്തു. എൻ്റെ ബസ് 8:30 അതുകൊണ്ട് എനിക്ക് കുറേ ടൈം ഉണ്ടായി. ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാട്ടോ തന്നെ പോയി ഫുഡ് കഴിക്കാൻ അറിയാത്ത സ്ഥലങ്ങളിൽ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. ആരും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണോട്ടോ. അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് കുഞ്ഞ് പട്ടിക്കുട്ടീനെ കണ്ടു. അതിനെ കളിപ്പിച്ചിരുന്ന് കുറേ സമയം പോയി. അവന് ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്ന് ഞാൻ കയറിയിട്ടാണ്.